ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കോലം കണ്ട് പേടിക്കേണ്ട. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേയിലെന്ന് പറയാൻ പറ്റില്ല, സാകേതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാട്ടോ ഞാനിവിടെ വന്നേക്കണത്. അപ്പോൾ സാകേത് സ്കൂൾ തുറന്നിട്ട് പോയിട്ടില്ല. സാകേതിന് പനിയായിരുന്നു. അപ്പോൾ സാകേത് തൊട്ടടുത്ത് തന്നെ അവൻ്റെ ക്ലാസ്സിൽ കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ നോട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അവനെ കൊണ്ട് എഴുതിക്കോട്ടെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പെൻസിലായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴാണ് ഒരു സബ്ജക്റ്റ് മാത്രം പേന കൊണ്ട് എഴുതിയേക്കണത്. അപ്പോൾ സാകേതിൻ്റെ സ്റ്റേണിങ്ങാണ് പേന കൊണ്ട്. ഫസ്റ്റ് ടൈം അവൻ പേന യൂസ് ചെയ്ത് ബുക്കിൽ എഴുതുന്ന ഒരു ഡേ ആട്ടോ ഇത്. അപ്പോൾ എനിക്കും അതൊരു സ്പെഷ്യലായിട്ട് തോന്നി. അവനെ സംബന്ധിച്ചും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. അപ്പോൾ അച്ഛനെ കൊണ്ട് പേനയൊക്കെ മേടിപ്പിച്ച്, ബ്ലൂ കളറുള്ള പേന തന്നെ മേടിപ്പിച്ച് സാകേത് ഭയങ്കര ഒരു ആകാംക്ഷയോടെ എഴുതാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അത് എഴുതുവാണ്. അപ്പോൾ സ്പേസൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എഴുതണത്. അപ്പോൾ അതെ എഴുതി തുടങ്ങി. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അത്ര ഓക്കെ അല്ലെങ്കിലും ആൾ അഡ്ജസ്റ്റ് ചെയ്താണ് എഴുതണത്. എനിക്ക് ആദ്യമായിട്ട് പേനയും കൊണ്ട് എഴുതുമ്പോഴത്തേക്കും ഒരു പേടി ഉണ്ടാകുന്ന എങ്ങനെ ആയിത്തീരും. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ആവുന്നുണ്ട്. എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ ഇങ്ങനെ ചെറിയ ചെറിയ ഹാപ്പിനെസ് നിങ്ങൾ എൻജോയ് ചെയ്യണ്ടോയെന്നറിയില്ല. ഞാനിത് വളരെയധികം എനിക്ക് എൻജോയ് ചെയ്താണ് അവനെ കൊണ്ട് എഴുതിപ്പിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ.